ഓക്കെ, അപ്പോൾ നമ്മുടെ ടിം കുക്ക് അണ്ണൻ ആപ്പിൾ TV പ്ലസും വെച്ചിട്ടാണ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്. ഫ്രൈഡേ നൈറ്റ് ബേസ്ബോൾ ആപ്പിൾ TV പ്ലസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സംഭവം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ഐഫോണിൻ്റെ ലോഞ്ചാണ് പറഞ്ഞേക്കുന്നത്. കുറേ നേരമായിട്ട് ഐഫോണിനെ കുറിച്ച് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടിം കുക്ക്. 2 പുതിയ ഫിനിഷുള്ള ഐഫോൺസ് വരുന്നുണ്ട്. യെസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഗ്രീൻ കളറിലുള്ള ഐഫോൺ. ഇതിൻ്റെ കുറേ ലീക്കുകൾ നമ്മൾ കണ്ടായിരുന്നു. ആൻഡ് എമറാൾഡും ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഐഫോണാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ സെയിം ഐഫോൺ 13 തന്നെ, പക്ഷേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഗ്രീൻ കളറിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഐഫോൺ 13ഉം 13 പ്രോവും ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഐഫോൺ 13 പ്രോയ്ക്ക് ആൽപൈൻ ഗ്രീൻ എന്നുള്ള ഒരു കളറും കൂടെ വന്നിട്ടുണ്ട്. ഈ ഫ്രൈഡേ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഇനി അവർ ആപ്പിൾ സിലിക്കണിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ആപ്പിളിന്റെ A15 ചിപ്സെറ്റ് പുതിയൊരു ഐഫോണിൽ ഞങ്ങൾ കൊണ്ടുവരുവാണ്. യെസ്, ഐഫോൺ SE 3 അതേ ഡിസൈൻ. പറഞ്ഞില്ലേ, ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. സെയിം ഡിസൈൻ, സെയിം ടച്ച് ID, എല്ലാം. എനിക്കറിയാൻ പാടില്ല ആപ്പിൾ ആ 10R ബോഡി കൊണ്ടിട്ടിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും മേടിക്കും. ഇതൊരുമാതിരി ഒരേ സാധനം എടുത്തിട്ട് ചിപ്പ് മാത്രം മാറ്റി. ഓക്കെ, നമ്മുടെ ഐഫോൺ SEയിൽ A15 ബയോണിക് ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ചുമ്മാ A15 ബയോണിക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ ഫോൺ ഫാസ്റ്റ് ആയിരിക്കും, അതായിരിക്കും എന്നൊക്കെ. എനിക്ക് ബാറ്ററി അറിഞ്ഞാൽ ബാറ്ററി എത്രയെന്ന് അറിയണം. ഇത് ചുമ്മാന്നേ നമ്മുടെ പഴയ A15 ചിപ്സെറ്റിനെ കുറിച്ച് കുറെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 13 ഇവന്റിലും പറഞ്ഞത്, ഫാസ്റ്റർ ദാൻ ഓൾ ദ കോമ്പറ്റീഷൻ. എന്തിനിത്? A15 കുറിച്ച് കഴിഞ്ഞ ഐഫോണിന്റെ 13 ഇവന്റിൽ കുറേ കത്തി വെച്ചാണ്. ഇപ്പൊ നോക്ക്, ഐഫോൺ SEയിൽ അതേ ചിപ്പ് വെച്ചിട്ട് ഐഫോൺ 8 ഐഫോൺ 7 ഫാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കൊള്ളാം. ആഹാ, റിയലിസ്റ്റിക് ഗ്രാഫിക്സ് 4.7 ഇഞ്ച് സ്ക്രീൻ, അതിനകത്ത് ഇനി റിയലിസ്റ്റിക് ഗ്രാഫിക്സ് A15 ബയോണിക്. ഓക്കെ, ഡിസൈൻ വൈസ് ഞാൻ ഓൾറെഡി ഡിസപ്പോയിന്റഡ് ആണ്. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണെങ്കിൽ കമന്റ് ചെയ്യാം. ലൈവ് ടെക്സ്റ്റ് ഫീച്ചർ ഈ ഒരു A15 ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഗൂഗിൾ ലെൻസിലെ പരിപാടി. ഡിസൈനെ പറ്റി വേണ്ടുന്നുണ്ട്. ഡിസൈനെ പറ്റി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഐക്കോണിക് ഗ്ലാസ് ആൻഡ് അലുമിനിയം ഡിസൈൻ. ഈ ഒരു ഐക്കോണിക് ഗ്ലാസ് ആൻഡ് അലുമിനിയം ഡിസൈനാണ് കഴിഞ്ഞ ഐഫോൺ 8 തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഐഫോൺ 13 ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഗ്ലാസ് സെറാമിക് ഷീൽഡാന്ന് തോന്നുന്നു. അതാണ് ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ടച്ച് ID ഉണ്ട് എന്ന് നല്ല പൊക്കി പറയുന്നുണ്ട്. ബെറ്റർ ബാറ്ററി ലൈഫ് എത്രയാണ് എന്താണ് ബാറ്ററിയിൽ നോക്കട്ടെ. ബാറ്ററി കപ്പാസിറ്റി എത്ര എന്ന് പറയുന്നില്ല. ഇവർ ചുമ്മാ ആപ്പിൾ A15 എഫിഷ്യൻ്റ് ആണ്, അതേപോലെ iOS 15 ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ 5G കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. 5G വന്നാൽ തന്നെ നമുക്കറിയാം ബാറ്ററി എന്തോരം കൺസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഒന്നും പറയുന്നില്ല A15 കാരണമെന്ന്. ക്യാമറയുടെ അകത്ത് ഒരു വ്യത്യാസവുമില്ല. സെയിം 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ്. കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി ഉണ്ട് നമ്മുടെ A15 ബയോണിക് കാരണം. സ്മാർട്ട് HDR4 ഫീച്ചറും ഉണ്ട്. ഫോട്ടോഗ്രാഫിക് സ്റ്റൈല് നമ്മുടെ ഫിൽറ്റേഴ്സ് ഇല്ലേ, ആ ഫിൽറ്റേഴ്സും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റിയിലും അവർ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. വീഡിയോ അല്ലെങ്കിലും ക്യാമറയിൽ ഐഫോൺ SE നല്ലതായിരുന്നു. ആ സെയിം പരിപാടി വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഐഫോൺ ഇതിൽ iOS 15 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫോക്കസ് മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണെന്നേ. ഇതൊക്കെ ഒരു ഡിവൈസ് അപ്ഡേറ്റ് അല്ല. മിനിമൈസ് ഇമ്പാക്ട് ഓഫ് എൻവറോൺമെന്റ്. ചാർജറിനകത്ത് പെട്ടിന്ന് കളയുന്നത്. ഔട്ടർ റാപ്പ് ഇല്ല. അതേ കണ്ടില്ലേ ഐഫോൺ SEയിൽ എന്തൊക്കെയാണ്. ചാർജർ ഇല്ല, പ്ലാസ്റ്റിക് റാപ്പ് ഇല്ല, പാക്കേജ് മാറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഐഫോൺ SEയിൽ ഈ പരിപാടികളൊക്കെയാണല്ലോ. A15 ബയോണിക് IP67 ടച്ച് ID സ്മാർട്ട് ടെസ്റ്റ് സ്മാർട്ട് HDR4 ആൻഡ് പ്രൈസ് $429. ഓക്കെ, $420 എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ വരുമ്പോൾ എന്തായാലും 35,000 to 40,000 രൂപ പ്രതീക്ഷിക്കാം. കൊള്ളാം. എന്തൊക്കെയാ 22,000 അല്ലേ? ഓക്കെ, അടുത്തത് നമ്മുടെ iPad. നമ്മൾ പ്രതീക്ഷിച്ച പോലെ iPad 5 കുറിച്ചാണ്. നമ്മുടെ പുതിയ iPad Air ആണ് അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ബോക്സി ഡിസൈൻ ആണ്. 5 കളേഴ്സ് ഉണ്ട്. ഓക്കെ, ക്യാമറ, നമ്മുടെ ആപ്പിൾ പെൻസിലിൻ്റെ സപ്പോർട്ട്. A15 M1 എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ആഞ്ചലീനയുടെ അടുത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് കൂടുതൽ പറഞ്ഞിരുന്നാണ് പറയുന്നത്. സോ ആഞ്ചലീനയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഞ്ചലീന എത്തി. iPad Airൽ M1 ചിപ്പാണ് വരുന്നത്. iPad Airൽ യെസ്, അതൊരു കിടിലൻ അപ്ഗ്രേഡ് ആണ്. iPad Proയിൽ വന്നിരിക്കുന്ന സെയിം M1 ചിപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 8 കോർ CPU,
കാരണം കഴിഞ്ഞ പ്രാവശ്യം A14 ആയിരുന്നല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഇതാണ് പറയുന്നത്. ആൻഡ് 8 കോർ GPU എൻ്റെ നിങ്ങൾ ഈ കാണുന്ന മാക്ബുക്ക് എയറിനകത്ത് ഇരിക്കുന്ന ആ സെയിം പരിപാടിയാണ് നമ്മുടെ iPad എയറിനകത്തും വെച്ചേക്കുന്നത്. കൊള്ളാം. എനിക്ക് പ്രൈസിംഗ് ആണ് അറിയേണ്ടത്. M1-നകത്തിരുന്ന് കിടലനായിട്ട് ഗെയിംസ് കളിക്കാൻ പറ്റും. ഇപ്പോൾ ജെൻഷൻ ഇമ്പാക്റ്റ് ആണ് കാണിച്ചത്. സോ ഗെയിമിങ്ങിനും ആപ്റ്റാണ്. എനിക്ക് തോന്നുന്നു ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ടാബ്സ് ആയിട്ട് മാറാൻ പോവുകയാണ്. എന്തായാലും പ്രൈസിങ്ങിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേ LCD തന്നെയാണ്, ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ. മറ്റേ മൈക്രോ LED അല്ല എന്നുള്ളൂ, സാധാ റെറ്റിന ഡിസ്പ്ലേ, ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ. ഓക്കെ, ഫ്രണ്ട് ക്യാമറയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 12 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വിത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഓട്ടോ ഫോക്കസ്. നമ്മുടെ പരിപാടിയില്ലേ, ഓട്ടോ ഫോക്കസ് അല്ലല്ലോ, ഇങ്ങനെ ഫ്രെയിം ചെയ്ത് എൻ്റെ പേര് മറന്നുപോയി, ആ പരിപാടി ഉണ്ട്. ഓക്കെ, ആൻഡ് iPad എയറിൽ 5Gയും കൊണ്ടുവന്നിട്ടുണ്ട്. USB-C പോർട്ടിന്റെ പെർഫോമൻസ് കൂട്ടിയിട്ടുണ്ട്. 2 times ഫാസ്റ്റർ ആയിട്ടുള്ള USB-C പോർട്ടാണ് iPad എയറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് iPad എയറിന് സ്മാർട്ട് കീബോർഡ് ഫോളിയോ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ട്രാക്ക് പാഡ് ഉള്ളതാണ്, ഒരെണ്ണം ട്രാക്ക് പാഡ് ഇല്ലാത്തത്. പിന്നെ ആപ്പിൾ പെൻസിൽ 2nd ജനറേഷൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ iPad OS വരുന്ന എല്ലാ പരിപാടികളും ഈ ഒരു iPadലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്വിഫ്റ്റ് പ്ലേ ഗ്രൗണ്ട്സ് ഡെവലപ്പേഴ്സിനുള്ള കുറേയധികം, അതായത് ഇതിനകത്ത് വെച്ച് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന പരിപാടിയും വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ iMovie-യില്ലേ, നമ്മുടെ എഡിറ്റർ ഡീഫോൾട്ട് ആയിട്ടുള്ള, അതിനകത്തും പുതിയ ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ട് എഴുതി തീരുന്ന ഒരു വേറെ ആപ്ലിക്കേഷൻസൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ iPad എയറിന്റെ പ്രൈസിങ് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, സെയിം $599 പ്രൈസിൽ തന്നെയാണ് നമ്മുടെ iPad എയറും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ബേസ് വേരിയന്റ് ആണ് $599. സോ 64 GB ബേസ് വേരിയന്റ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ iPad എയറിന്റെ സമ്മറി. ഈ കാണുന്ന പരിപാടികളൊക്കെയാണ് നമ്മുടെ iPad എയറിലുള്ളത്. ഓക്കെ, സോ iPhone SE കഴിഞ്ഞു, കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. iPad എയർ കുഴപ്പമില്ല. അടുത്തത് മാക്. യെസ്, സോ മാക് സ്റ്റുഡിയോ ആയിരിക്കണം. ഓക്കെ, സോ ഈ ലൈനപ്പ്, മാക്കിൻ്റെ എല്ലാ ലൈനപ്പിലും ആപ്പിൾ സിലിക്കൺ വെച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. ഇത് നമ്മുടെ മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ. ചെയ്തേ ഈ മാക്ബുക്ക് എയർ ആണ് ഈ കാണുന്നത്. മാക്ബുക്ക് പ്രോ ഇതിൻ്റെ കുറച്ചുകൂടെ കൂടിയ വേരിയൻറ്റ്. ഓക്കെ, ഇതാണ് M1 ഫാമിലി. ഇതിനകത്ത് ഒരു ചിപ്പും കൂടെ അവർ ആഡ് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. M2 ആയിരിക്കണം. ഓ, M1 അൾട്ര. ഈ പേര് എവിടെ നിന്നാ കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അൾട്ര കൊള്ളാം. ഞാൻ M2 ആണ് പ്രതീക്ഷിച്ചേട്ടോ. ഓക്കെ, M2 വരാറായിട്ട് ഇനിയും കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. M1 അൾട്ര. ഓക്കെ, M1 അൾട്രയിൽ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളതെന്ന് ഇപ്പോൾ പറയും. ഓക്കെ, നമ്മുടെ ജോണി എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ അയൺമാൻ്റെ അകത്തുള്ള പരിപാടിയില്ല, അയൺമാനിൽ കാണിക്കുന്ന ഒരു സീനിൽ കാണിക്കുന്നില്ല. ഓക്കെ, അതേപോലെ ഉണ്ട് ഇവരുടെ ഈ ലാബോറട്ടറി. അവർ 2 ചിപ്പ് ആദ്യം തമ്മിൽ കണക്ട് ചെയ്തിട്ട് പവർ കൂട്ടാനായിട്ട് നോക്കിയപ്പോൾ പറ്റിയില്ല, കാരണം ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നുണ്ട്. അപ്പോൾ കോഡും മാറ്റേണ്ടി വരും ഈ ഒരു ആർക്കിടെക്ചർ ആണെങ്കിൽ. അപ്പോൾ ഇവരെന്തോ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. M1 മാക്സിനകത്ത് ഒരു സീക്രട്ട് ഹിഡൻ ഫീച്ചർ ഉണ്ട്, അതിനെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് ഇന്റർ കണക്ട് ടെക്നോളജി അതിനകത്ത് ഉണ്ടായി എന്ന്. ഓ, കണ്ടില്ലേ M1 മാക്സ് 2 എടുത്തിട്ട് തമ്മിൽ കൂട്ടി കണക്ട് ചെയ്തിട്ട് M1 അൾട്ര ആക്കി. കൊള്ളാം പരിപാടിയുള്ള 2 പ്രോസസ്സർ അടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് ഭീകരന്മാരല്ലേ. 114 ബില്യൺ ട്രാൻസിസ്റ്റർ ആണ് ഇതിനകത്തുള്ളത്, ഈ പുതിയ ചിപ്പിനകത്ത്. അതായത് ഇപ്പോൾ വന്നേക്കുന്നതിൽ വെച്ച് കമ്പ്യൂട്ടർ ചിപ്പിനകത്തുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ 2 ചിപ്പാണെങ്കിലും സോഫ്റ്റ്വെയറിനകത്ത് കയറുമ്പോൾ സോഫ്റ്റ്വെയർ വിചാരിക്കുന്നത് ഇതൊരൊറ്റ ചിപ്പായിട്ടാണ് എന്നാണ് സോഫ്റ്റ്വെയർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസിലോ അല്ലെങ്കിൽ എഫിഷ്യൻസിലോ ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മെമ്മറി ബാൻഡ് വിഡ്ത്ത് വരും എന്ന്. 128 GB റാം സപ്പോർട്ട് ചെയ്യും. എന്നാലോചിച്ച് നോക്കിയേ, 20 കോറിൻ്റെ CPU, 16 ഹൈ പെർഫോമൻസ്, 4 ഹൈ എഫിഷ്യൻസി കോറ്. ഇത് ഇത് വെച്ചിട്ട് വല്ല സ്പേസ് ഷിപ്പൊക്കെ വിടാനുള്ളൂ. പ്രൈസിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ പേടിയാവുന്നത് കേട്ടോ. 65% ലെസ് പവർ ഉപയോഗിക്കുള്ളത് ഇത്ര വലിയ ചിപ്പായിട്ടും. അതായത് ഇപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതിൽ 90% ഹയർ പെർഫോമൻസ്, എന്നാൽ ഭയങ്കര കുറവ് പവർ കൺസപ്ഷൻ ഉള്ളൊരു ചിപ്പാണ്. അതുമാത്രമല്ല, ഡിസ്ക്രീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോസസ്സിങ് പവറിനേലും ഈ ഒരു ചിപ്പ് വെച്ച് മാത്രം ഗ്രാഫിക്സ് കാർഡ് ഇല്ലാണ്ട് കിട്ടും പോലും.
എന്തല്ലേ. ഓക്കെ, സോ ഇതാണ് M1 Ultra 5 nanometer പ്രോസർ, ProRes 800, സകല കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, സോ പെർഫോമൻസ്, കണക്ടിവിറ്റി, മോഡുലാരിറ്റി ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു പരിപാടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് യെസ്, ആസ് എക്സ്പെക്റ്റഡ് കുറേയധികം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രില്ലുകളായിരിക്കും അത്. അതെ, ഗ്രില്ലുകളാണ്, റൗണ്ട് ഷേപ്പിലാണ് ഗ്രില്ലുകൾ, കൊള്ളാം. ആൻഡ് മാക് സ്റ്റുഡിയോ, യെസ്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിരുന്നില്ല, എന്ത് ഷേപ്പായിരുന്നു, ആ ഒരു സെയിം ഷേപ്പിലാണ് നമ്മുടെ മാക് സ്റ്റുഡിയോ വന്നിരിക്കുന്നത്. കൊള്ളാം, നൈസ്. ഇത് കണ്ടില്ല, ഇതാണ് മാക് സ്റ്റുഡിയോ. ആൻഡ് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, സ്റ്റുഡിയോ ആൻഡ് സ്റ്റുഡിയോ ഡിസ്പ്ലേ രണ്ടെണ്ണം. ഓക്കെ, 7.7 ഇഞ്ചിൻ്റെ ഇതും പിന്നെ 3.7 ഇഞ്ചിൻ്റെ ഹൈറ്റും ആണുള്ളത്. ആൻഡ് ഭയങ്കര കുട്ടിയാണ്, കാരണം ഈ ഒരു M2 ചിപ്പ് കാരണം. അതേപോലെ തന്നെ എല്ലാം എന്താ പറയുക, ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ ഇന്റർകണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് മാക്സിമം സ്പേസ് കുറച്ചെടുക്കുന്ന രീതിയിൽ. ആൻഡ് 2 വലിയ തെർമൽ സിസ്റ്റമാണ് ഇവിടെ വെച്ചേക്കുന്നത്. 2 ടർബൈൻ പോലത്തെ ഒരു ഇതിനകത്തുനിന്ന് എയർ സക്ക് ചെയ്തെടുത്തിട്ട് മാക്സിമം കൂളിംഗ് കൊടുക്കാനുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഈ ഒരു എയർ സർക്കുലേഷൻ കാരണം ഫുൾ സിസ്റ്റം കൂളാവുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് ഇത് താഴെ കൂടെ ഇങ്ങനെ പോയിട്ട് മുകളിൽ കൂടെ ഈ സൈഡിൽ കൂടെയാണ് എയർ വരുന്നത്. സോ ടോട്ടൽ ഇന്റീരിയർ കൂളിംഗ് എന്ന പരിപാടി ഇത് നടക്കും. അതിന് ഇത്രയും കാറ്റൊക്കെ വരുമെങ്കിൽ ഇതിന്റെ സൗണ്ട് ഭയങ്കര കുറവായിരിക്കും. സൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ എൻ്റെ സൗണ്ട് പോയി നോക്കണം, സൗണ്ട് ഭയങ്കര കുറവായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 4 തണ്ടർ ബോൾട്ട് പോർട്ടുകളുണ്ട്. ഒരു 10 GB ഈത്തർനെറ്റ് പോർട്ട്, 2 USB-A പോർട്ട്, ഒരു HDMI പോർട്ട്, അതേപോലെ പ്രോ ഓഡിയോ ജാക്ക്, പിന്നെ പവറും, അതേപോലെ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ചും. ഇത്രയും പരിപാടി. ഫ്രണ്ടിലും കണക്ടിവിറ്റി പരിപാടികൾ ഉണ്ടെന്ന് പറയുന്നത്. സോ 2 തണ്ടർ ബോൾട്ട് അല്ലേ, 2 USB-C പോർട്ടുകൾ, 10 Gbps/s. കാർഡ് റീഡർ ആണോ? യെസ്, SD കാർഡ് സ്ലോട്ടും കൂടെയാണ് നമുക്ക് മാക് സ്റ്റുഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അറ്റ് എ ടൈം 4 പ്രോ ഡിസ്പ്ലേ XDR-ഉം അതേപോലെ ഒരു വലിയ 4K TV-യും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കേപ്പബിൾ ആണ് മാക് സ്റ്റുഡിയോ. 48 GB വീഡിയോ മെമ്മറി, 48 GB ഗ്രാഫിക്സ് കാർഡ്. ഓക്കെ, M1 Ultra'യിൽ 128 GB റാം, മറ്റേ M1 Max'ൽ 64 GB റാം. 128 GB റാം ഒക്കെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആൻഡ് ഇന്റർണൽ സ്റ്റോറേജ് 8 TB വരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത് മാക്കിന്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേനെ കുറിച്ചാണ്. സോ ഇപ്രാവശ്യം സ്റ്റാൻഡ് അവർ കൂടെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 30 degrees വരെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെസെല്ലസ് ആയിട്ടുള്ള സ്ക്രീനാണ്. അതേപോലെ ഓക്കെ, സ്റ്റാൻഡ് മാറ്റി മേടിക്കാനുള്ള പരിപാടിയാണ്. സോ സ്റ്റാൻഡ് കൂടെ കിട്ടുന്നില്ല ഇപ്രാവശ്യവും. $1000 സ്റ്റാൻഡാണ്. ഇനിയും സ്റ്റാൻഡുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സ്റ്റാൻഡ് ഉണ്ടായുള്ളൂ, ഇപ്രാവശ്യം 3 സ്റ്റാൻഡുകളാണ് കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ 27 ഇഞ്ചിൻ്റെ വലിയൊരു കിഡിലൻ സ്ക്രീനാണ്. 5K റെറ്റിന ഡിസ്പ്ലേ ആണ്. 600 nits ബ്രൈറ്റ്നസ്സും ഉണ്ട്. പിന്നെ P3 വൈഡ് കളറും ഉണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രോ ലെവൽ ഡിസ്പ്ലേ. ആൻഡ് ഇതിനകത്ത് A13 ബയോണിക് ചിപ്സെറ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ കണ്ട ഡിസ്പ്ലേക്കകത്ത്. അതിനകത്ത് 12 MP അൾട്രാ വൈഡ് ക്യാമറ ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഐപാഡിലുണ്ടായ ക്യാമറ ഇല്ലേ, ആ സെയിം ക്യാമറയാണ്. ഇതിനകത്തും മറ്റേ സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്ന ആ പരിപാടി ഇല്ലേ, അത് ഇതിനകത്തുണ്ട്. 3 mic array സ്റ്റുഡിയോ ക്വാളിറ്റിയിലുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 mic array, അതും ഇതിനകത്ത് അവർ കുത്തിക്കിട്ടിട്ടുണ്ട്. സ്പീക്കറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 6 സ്പീക്കറുകളാണ് വെച്ചേക്കുന്നത്. 1, 2, 3, 4, 5, 6 സ്പീക്കറുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വൂഫർ ഉണ്ട്, 4 വൂഫേഴ്സ് ഉണ്ട്. പിന്നെ 2 ട്വീറ്റേഴ്സ് ആണുള്ളത്, ഹൈ പെർഫോമൻസ് ട്വീറ്റേഴ്സ്, അതായത് ക്രിസ്പായിട്ടുള്ള ഓഡിയോ. സോ മൊത്തത്തിലൊരു ഫുൾ ഓഡിയോ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു സറൗണ്ട് സൗണ്ടിൻ്റെ. ഇതിനകത്തും സ്പേഷ്യൽ ഓഡിയോ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്, ഡോൾബി അറ്റ്മോസ്. ഇനി ഇതിനകത്തുള്ള പോർട്ടുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ 3 USB-C പോർട്ടുകളുണ്ട്, ഒരു തണ്ടർബോൾട്ട് പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ കേബിൾ ഉപയോഗിച്ചിട്ട് 96 വാട്ടിൻ്റെ പവറും ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എന്താ പറയുക, നോട്ട്ബുക്ക് മാക്കിനെ ചാർജ് ചെയ്യാനായിട്ടും പറ്റും. അതിനൊപ്പം തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ടും പറ്റും. ഓക്കെ, മാക്ബുക്ക് പ്രോയിനകത്ത് 3 സ്റ്റുഡിയോ ഡിസ്പ്ലേസ് അറ്റ് എ ടൈം കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പരിപാടിയും ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മാജിക് കീബോർഡിനകത്ത് പുതിയ കളറുകൾ കൊണ്ടുവന്നിട്ട് മാജിക് ട്രാക്ക് പാഡിൽ മൗസും ബ്ലാക്കിൽ
എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷമാണ്, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബ്ലാക്ക് കളറിൽ ആക്സറീസ് വരുന്നത്. പൊതുവേ കണ്ടില്ലേ എല്ലാം വൈറ്റ് ആണ്, ബട്ട് ഈ പ്രാവശ്യം ബ്ലാക്ക്. ഓക്കെ, സോ ദേ സ്റ്റുഡിയോ ഡിസ്പ്ലേയുടെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? എന്താണിത്, $4,000. $4,000 എന്നൊക്കെ പറഞ്ഞ് എന്തോരം ഇതൊക്കെ ആരും മേടിക്കാൻ പോകുന്നത് എനിക്കറിഞ്ഞൂടെ. ഡിസ്പ്ലേക്ക് മാത്രം $1,599. ആസ് യൂഷ്വൽ നമ്മുടെ SC 5G ഫ്ലോപ്പ് ആവുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഈ പ്രൈസിൽ ഇറക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇവന്റിനെ കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.